ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗ്ലാം ഗോഡസ് സിന്ധുജ. സോ ഇന്ന് നിങ്ങളുടെ സിന്ധുജ സ്കൂളിലെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഇൻഡിപെൻഡൻസ് ഡേയിൽ ഞാനൊരു ഓണത്തിൻ്റെ ഒരു ഫസ്റ്റ് പർച്ചേസ് ചെയ്യാമെന്ന് വെച്ച്. ഇനിയും ഉണ്ട് വേറെ പർച്ചേസിങ്. അപ്പോൾ അതിന് ഞാൻ പോയത് രാംരാജ് കോട്ടൺ പട്ടവ. കുറേ ആയി ആ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേയുടെ പരിപാടി കഴിഞ്ഞ് ഓടി ഞാൻ പോയത് എൻ്റെ ഒരു കുഞ്ഞ് ഓണം ഷോപ്പിംഗ് ഫസ്റ്റ് പർച്ചേസ് വ്ളോഗിലേക്കാണ്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പുതിയ കളക്ഷൻസ് ഉണ്ടോ? ആ ചേട്ടനാണ് നിങ്ങളുടെ ഗോഡസിൻ്റെ സ്റ്റാഫ്. നല്ല ചേട്ടനാണ്, നല്ല ക്ഷമയുണ്ട്, എല്ലാം എടുത്ത് തന്നു. പക്ഷെ ഞാൻ പെട്ടെന്ന് നിങ്ങളുടെ ഗോഡസ് പെട്ടെന്ന് സെലക്ട് ചെയ്തു 2 സാരി, സെറ്റ് സാരി. ഇതെല്ലാം വിത്ത് ബ്ലൗസ് ആണ്. എല്ലാം വിത്ത് ബ്ലൗസ്. ഇതെല്ലാം പുതിയതാണോ? എല്ലാം പുതിയതാണ് മാഡം. ഇത് ബോഡി മൊത്തം ഉണ്ടോ അതോ ജസ്റ്റ് ഇതിപ്പം അത് മുന്താണി മാത്രമാണ്? ഇത് മുന്താണയാണ്. ഈ ഉടുക്കുന്ന ഭാഗത്ത് ഇതേ ഉള്ളൂ, അല്ലാതെ മറ്റേത് മൊത്തം ഇല്ല. ഇതിന് മൊത്തം വരില്ല. ആ ബ്ലൂ ഒന്ന് എടുക്കാവോ? ആക്ച്വലി പച്ച സാരിയും പിന്നെ ഒരു ബ്ലൂ സാരി അതെൻ്റെ നേരത്തെ എന്നെ അട്രാക്ട് ചെയ്ത ഷോപ്പിൽ കയറിയപ്പോൾ ഇത് തന്നെ ഈ സാധനം. ഇത് ഞാൻ എടുക്കുമെന്ന് പക്ക ഉറപ്പിച്ചതാണ്. ഇതാണ് മുന്താണ് വരണത്. എന്നിട്ട് നമുക്ക് ഉടുക്കുന്ന ഭാഗത്ത് ഇതിന് ചെറിയ ഡിസൈൻ അത്രയോ. പിന്നെ നമ്മൾ ബയോളജി മെയിനും കൂടെ ആയതുകൊണ്ട് ആനയൊക്കെ കാണുമ്പോൾ അവിടെ അങ്ങ് വീഴും. ആനയും ചെടി, ബോട്ടറിയിലെ ലോട്ടസും. എങ്ങനെയുണ്ട് ഡിയസ്? കിടുവല്ലേ എൻ്റെ ഫസ്റ്റ് ഓണം സെറ്റ് സാരി സെലക്ഷൻ. എനിക്കറിയാം രാംരാജിൽ റെയർ ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടും. നിങ്ങളുടെ ഗോഡസിന് റെയർ മതിയല്ലോ. പിന്നെ ആ സാരി ഞാൻ എടുക്കാൻ കാരണം ആ സാരിയുടെ ഇങ്ങനത്തെ ഒരു ഡിസൈൻ ഞാൻ യുണീക്കാണ്. ഒരു ഓണം സെറ്റ് സാരിയിൽ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എനിക്ക് റീലും വ്ളോഗും ചെയ്യുമ്പോൾ കിടുവായിരിക്കുമല്ലോ. ആ ചേട്ടന് നല്ല റെസ്പെക്റ്റ് ഉണ്ട് കസ്റ്റമേഴ്സിനോട്. മേഡം അങ്ങനെയൊക്കെ പറഞ്ഞാണ് വിളിക്കുന്നത്. എനിക്കിഷ്ടപ്പെട്ടു, സർവീസ് ഇഷ്ടപ്പെട്ടു ആ ചേട്ടൻ്റെ. കൊള്ളാം. കുറച്ച് കാണാൻ പക്ഷെ ഇതിനകത്ത് പ്ലെയിൻ അല്ലേ? ഇത് മാത്രം കാണും. അതെ തന്നെ, ഉടുക്കുന്ന ഭാഗത്ത് ഇത് കാണും. മുന്താണിയായിട്ട് വരും. ഇത് മുന്താണി. എന്നിട്ട് ഉടുക്കുന്ന ഭാഗത്ത് ഇത് കാണും. ഇത് വരുമ്പോഴാണ് കുറച്ച് ഭംഗിയായിരിക്കും. ഇത് നേരത്തെ ഉള്ളതല്ലേ? അല്ല, ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് തന്നെ. ഇതിൻ്റെ വേറെ കളേഴ്സ് വന്നിരുന്നു, പക്ഷേ ഇത് കൊള്ളാം. നല്ല ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ കോൺട്രാസ്റ്റ്. ഇതിന് ഇങ്ങനത്തെ ബ്ലൗസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇടാം. ഇതിനകത്തും ഉണ്ടല്ലേ ഇതിനകത്ത് വിത്ത് ബ്ലൗസാണ് മാഡം. ഇതിനകത്ത് ഒരു റണ്ണിങ് ബ്ലൗസ് കാണിക്കുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് ഇവിടുന്ന് സെപ്പറേറ്റ് ചെയ്ത് തരുമോ അതോ ടൈലറിങ് കടയിൽ കൊടുത്താലോ? ഇതിപ്പോൾ 1 മീറ്ററാണ് അഡീഷണൽ ആയിട്ട് ഇതുള്ളത്. മാഡം ടൈലർ കടയിൽ കൊടുക്കുമ്പോൾ 80 സെന്റിമീറ്റർ മതി. ബാക്കി ഉടുക്കാനുള്ള നീളത്തിന് മാഡത്തിന് മുന്താണി കിട്ടുകയും ചെയ്യും. ഇതാണ് നല്ലത്. കട്ട് ചെയ്യാതെ കൊണ്ടുപോകും. ഇത് എടുക്കാം. ഞാൻ ഇതൊന്ന് നൂർത്ത് കാണിച്ചു തരാം. സാരിയുടെ ഏറ്റവും തുമ്പ് കെട്ടിയിട്ടുണ്ടല്ലേ? അതുകൊണ്ട് പിന്നെ പോകത്തില്ല. അതാ മറ്റത്. പിന്നെ അത് തയ്ക്കാൻ കൊടുക്കണ ഒരു ടാസ്ക് ആണ്. പിന്നെ പോകത്തില്ല. അധികം ആരും ഇങ്ങനെ ക്ലാസ്സിൽ കെട്ടി കൊടുക്കാത്ത ടൈപ്പ്. ക്ലാസ്സിൽ ലുക്കുണ്ട്. നല്ല മോഡൽ. ഡാമേജ് ഒന്നും ഇല്ല. ഡാമേജ് ഒരു ഡാമേജ് ഇല്ല. കാരണം എല്ലാം ഫ്രഷ് പീസാണ് ഇവിടെ വരുന്നത്. ഇതൊരു ഓണത്തിന് കളക്ഷൻ. അതെടുക്കാം നമുക്ക്. ഇനി ജസ്റ്റ് ഒന്ന് സെറ്റ് മുണ്ടും കൂടെ നോക്കണം. എടുക്കണമെന്ന് കൺഫേം ചെയ്തില്ല. അതിൽ സെറ്റ് മുണ്ട് വെറൈറ്റി ഉണ്ട്. സെറ്റ് മുണ്ട് എങ്ങനെ വേണ്ട? ഡബിൾ മുണ്ട് മതി.
സെറ്റ് മുണ്ട് ചേട്ടൻ കാണിച്ചിരുന്നു, പക്ഷെ എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം കഴിഞ്ഞ വിഷുവിന് ഞാൻ കല്യാൺ സിൽക്സിൽ പോയി. ഇപ്പോൾ കല്യാൺ സിൽക്സിൻ്റെ ആളാണ് പാളയത്തെ ഞാൻ, അല്ല മിക്കതോടെ അവിടെ നിന്ന് എടുക്കുന്നത്. അന്നേരം അവിടെയുള്ള കളക്ഷൻസ് പോലെ തന്നെ ഒരു യുണീക്നെസ് കണ്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഗോഡസ് സെറ്റ് മുണ്ടും എടുത്തില്ല. അല്ലായിരുന്നു ഞാൻ ഒരെണ്ണം എടുത്തേനെ. അതെല്ലാം ലോക്കൽ, എല്ലാവരും ഉടുക്കുന്ന പോലത്തെ സാധനങ്ങൾ. എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് യുണീക്കായിട്ടുള്ള കാര്യങ്ങൾ വേണം. ഇപ്പം എന്തെടുക്കാൻ പോയാലും ചെക്കിൻ്റെതും ഉണ്ട്. ചെക്കിൻ്റെ കഴിഞ്ഞ വിഷുവിന് അതൊരു ട്രെൻഡായിരുന്നു, ചെക്ക് ടൈപ്പ്. അതെന്തോന്നു സെറ്റ് മുണ്ട് വേണോ? സെറ്റ് മുണ്ട് ഇത് അതൊന്ന് നോക്കട്ടെ. സിംഗിള് ഭയങ്കര ട്രാൻസ്പെറന്റ് ആയിരിക്കും അല്ലേ? ഇതിന് ഡബിൾ ഇല്ല അല്ലേ? ഇതിന് ഡബിൾ ഇല്ലല്ലോ, സിംഗിൾ അല്ലേ? അത് വേണ്ട. ആ വയലറ്റ് ഒന്ന് എടുക്കുക ആ സാധനം. അത് തന്നെ സിംഗിൾ. ഞാൻ ചോദിച്ച ഡൗട്ട്, സിംഗിൾ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ഇത് ലൈറ്റ് ഒക്കെ അടിക്കുമ്പോൾ കാണത്തില്ലേ? പിന്നെ ഡബിളും ഇതും തമ്മിൽ ബേസിക് വ്യത്യാസം എന്തോന്നു? ഡബിൾ ഈ പറയും പോലെ അല്പം കൂടെ തിക്നെസ് അനുഭവപ്പെടും. കാണാൻ കിട്ടും. വേണ്ട, അത് മാത്രം മതി. പിന്നെ ഏത് കാര്യവും ഓണത്തിന് മുന്നേ പോയി ബ്ലൗസൊക്കെ സെറ്റ് ചെയ്യുക, അതെൻ്റെ ഒരു ഹാബിറ്റാണ്. എല്ലാം ചിട്ടയായിട്ട് ചെയ്യുക. എന്നെ അറിയാമെന്നുള്ള ആൾക്കാർക്ക് അറിയാം. പിന്നെ അത്യാവശ്യം ടോപ്പുകളുടെ കളക്ഷനും കൂടെ ഞാൻ ചോദിച്ചു, കോട്ടൻ്റെ. പക്ഷെ എനിക്ക് അത്ര ഇഷ്ടമായില്ല. ഇതിൽ വല്ല മോഡലായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? മീൻസ് എന്തെങ്കിലും വെറൈറ്റി കട്ടോ അങ്ങനെ എന്തെങ്കിലും? ഡിയേഴ്സ് എനിക്കിഷ്ടപ്പെട്ടില്ല. കോട്ടൺ പ്രേമികൾക്ക്, കോട്ടൺ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും. നല്ല സെലക്ഷൻസ് ഉണ്ട്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ പോയിന്റാണ് പറഞ്ഞത്. ഇവിടെ ഇങ്ങനത്തെ സാരി സ്റ്റാർട്ടിങ് 1000 ഈ റേഞ്ച് ആണല്ലേ? ഇത് നല്ല സാരിയാ, ഒരു വെറൈറ്റി ഉണ്ട്. ആക്ച്വലി എനിക്ക് ഇവിടുന്ന് ഫസ്റ്റ് പർച്ചേസ് വ്ളോഗിൽ നിന്ന് ഒരെണ്ണം മതി. പക്ഷെ എനിക്ക് മറ്റത് ഗ്രീനും കൂടെ കണ്ടപ്പോൾ അത് കളഞ്ഞിട്ട് പോരാൻ തോന്നിയില്ല. അട്രാക്ട് ചെയ്ത് നല്ല രസമുണ്ട് എൻ്റെ പ്രിൻ്റൊക്കെ, ടൈലർ ടൈപ്പൊക്കെ. പിന്നെ ഞാൻ അതും കൂടെ അങ്ങ് എടുക്കാൻ പറഞ്ഞ ചേട്ടൻ്റെ അടുത്ത്. ഇവിടെ റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ സെയിൽസ് ഉണ്ടോ? റെഡിമെയ്ഡില്ല, ബ്ലൗസിൻ്റെ മെറ്റീരിയലേ ഉള്ളൂ. റെഡിമെയ്ഡ് ബ്ലൗസ് നിങ്ങളുടെ ഗോഡസ് ചോദിച്ചു വെക്കാൻ കാരണം ഈ ഒരു 2 ആഴ്ച മുമ്പ് നമ്മൾ പോയി ഡ്രസ്സുകൾ എടുത്താലും ഈ ബ്ലൗസ് വയ്ക്കുന്നിടത്ത് ആ ടൈലേഴ്സ് ഭയങ്കര പ്രശ്നമാണ്. സമയമില്ല, സ്റ്റിച്ച് ചെയ്യാൻ ഇനി ടൈമില്ല, ഓണം കഴിഞ്ഞ് മതി എന്ന് ചോദിക്കും. അപ്പോൾ റെഡിമെയ്ഡ് ആകുമ്പോൾ അത്യാവശ്യം കാര്യം നടക്കുമല്ലോ, കറക്റ്റ് ഫിറ്റിങ്സ് നമ്മളൊന്ന് ഇട്ട് നോക്കിക്കഴിഞ്ഞു. സോ ദാറ്റ്സ് ദ പോയിന്റ്. നോക്കട്ടെ, അതൊന്ന് എടുക്കാമോ? എന്തോ ഇച്ചിരി വ്യത്യാസമുണ്ടല്ലേ ഫ്രണ്ട്? വ്യത്യാസമുണ്ട്. ഇതും ഒരു മയില് പോലെ. അതെ, ഇത് വന്നിട്ട് മറ്റേ ആലിലയാണ്, പക്ഷെ കാണാൻ ലുക്ക് ഇതാണ്. ഇത് നല്ല. ഇത് എങ്ങനെ ഇത് ആൾക്കാർ എടുക്കാതെ ഇട്ടിട്ട് പോയെന്നാണ് ഞാനിപ്പോ ആലോചിക്കുന്നത്. പറഞ്ഞോ? അല്ല എനിക്കുണ്ടല്ലേ ഇപ്പൊ. ഇതിനും ബ്ലൗസ് ഉണ്ടല്ലോ. ഇതും കൂടെ എടുത്തോ, അതിൽ ഡാമേജ് ഇല്ലല്ലോ? ഇല്ല മാഡം, എല്ലാം ഫ്രഷ് പീസ് തന്നെയാണ്. ഇവിടെ ചുളുങ്ങിയെന്ന് തോന്നുന്നു. ഇല്ല, അത് തേപ്പ് ഇതാ. ഓ, മടക്കിൻ്റെ ഇതല്ലേ? ഓക്കെ, ശരി. വേറെ ആർക്കും ഷർട്ട് എടുക്കണോ? വേണ്ട.
ഷർട്ടിന്റെ പുതിയ കളക്ഷൻ വന്നിട്ടുണ്ടോ? ഷർട്ടിൻ്റെ ഉണ്ട്. പിന്നെ നോക്കാം. അങ്ങനെ നിങ്ങളുടെ ഗോഡസ് ഷോപ്പിംഗ് പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞു. സ്മാർട്ടായിട്ടെല്ലാം എടുത്ത് താരോട്ട് പോയി. ഷർട്ട് ഞാൻ എൻ്റെ പപ്പയ്ക്ക് ഡാഡിക്ക് വേണ്ടി നോക്കിയതാണ്, നോക്കാൻ ഇരുന്നതാണ്. ഞാൻ പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. കർച്ചീഫ് വേണ്ട. അങ്ങനെ ഞാൻ ബില്ലിംഗ് ആൻഡ് പേയ്മെൻറ്റ് സെഷനിലേക്ക് വന്നു. ഇനി ബക്സ്, കാശ്, തുട്ട്, മണി അത് കൊടുത്താലല്ലേ എനിക്കിൻ്റെ സാധനം കിട്ടും. സോ അവിടെ എത്തി. ബാർകോഡ് സ്കാനിങ്ങും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. പേയ്മെൻറ്റ് കൊടുക്കട്ടെ. ജിപേ ചെയ്തു. താങ്ക് യു. ശരി. ബില്ല് ബില്ല് അതിനകത്തുണ്ടല്ലോ. ഓക്കെ. അങ്ങനെ നിങ്ങളുടെ ഗോഡസിൻ്റെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഡോറൊക്കെ തുറന്നു എന്ന് ചേട്ടൻ. രാമരാജിൻ്റെ ട്രഡീഷണൽ സഞ്ചിയാണ് അത്. നിങ്ങൾക്കപ്പോൾ ട്രഡീഷണൽ ഡ്രസ്സസൊക്കെ വേണമെങ്കിൽ ഇവിടെ വരിക. പട്ടം നമ്മുടെ പെട്രോൾ പമ്പിൻ്റെ ഇച്ചിരി ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ നിങ്ങളുടെ ഗോഡസിൻ്റെ പർച്ചേസ് കഴിഞ്ഞു. ഇത്തവണത്തെ ഓണം ഷോപ്പിംഗ്, ഒരു ഷോപ്പിംഗ് രാമരാജില്ല, വേറെ ഷോപ്പിംഗ് വേറെ വരുന്നു. ഞാൻ വഴിയെ കാണിച്ചു തരാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ബ്ലോഗ്.